എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ ഒരു ന്യൂസ് എല്ലാവരും കേട്ടാണ്. KSRTC ബസ്സിനകത്ത് ഒരു അമ്മ പ്രസവിച്ചെന്ന് ഒരു ന്യൂസ് കേട്ടാണ്. സോ അതിൽ ഇന്ന് മന്ത്രി അവിടെയുള്ള ഡോക്ടർമാർക്ക് നേഴ്സുമാർക്കൊക്കെ സമ്മാനം അവാർഡൊക്കെ കൊടുത്തു. വളരെ നല്ലത് തന്നെ, ചെയ്തതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടോ, ശരിക്കും ആ അമ്മ പ്രസവിക്കുന്ന വണ്ടിക്കകത്താണ്. ഡോക്ടർമാരോ നേഴ്സുമാരോ ഒന്നും ചെയ്തില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. അകത്ത് വന്ന് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാണും. കുട്ടീനെ NICയിലോട്ട് മാറ്റി കാണും. അമ്മയ്ക്കുള്ള കെയർ കൊടുത്ത് കാണും. സോ അവർ ചെയ്ത പാർട്ട് അവർ സമ്മാനം അർഹിക്കുന്നത് തന്നെയാണ്, അത് കൊടുക്കുന്നത് തന്നെ. പക്ഷെ ശരിക്കും ഇതിനേക്കാളും കൂടുതൽ അർഹിക്കുന്ന 2 പേര് ആ വണ്ടി ഓടിച്ച ഡ്രൈവറും കണ്ടക്ടറും പിന്നെ അവരെ പ്രാഥമികമായിട്ട് ശുശ്രൂഷിക്കാൻ അവർ നിന്ന ചേച്ചിമാരും. അവരാരൊക്കെയാണെന്നാണ് ശരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രസവിക്കുന്നത് അകത്താണ് പ്രസവിക്കുന്നത്. പ്രസവിച്ച ശേഷമാണ് ശരിക്കും വണ്ടി അവിടെ എത്തുന്നതെന്നാണ് ശരിക്കും എല്ലാവരും പറയുന്നത്. അല്ലാതെ ഡോക്ടർമാരകത്ത് കയറി പ്രസവിപ്പിക്കുന്ന അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയല്ല. ഇത് പ്രസവിച്ച ശേഷം അവർ ചെല്ലുമ്പം ജസ്റ്റ് ക്ലാമ്പ് ഇട്ടെന്നേ ഉള്ളതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത് KSRTCയുടെ ഡ്രൈവറിനും കണ്ടക്ടറിനും പിന്നെ അവിടെ സഹായിച്ച കുറച്ച് പേർക്ക് കൂടെ അവാർഡ് കൊടുക്കണമായിരുന്നു. ശരിക്കും ധീരതയ്ക്കുള്ള അവാർഡ് തന്നെ കൊടുക്കണമായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും ഒരു മാതൃകാപരമായ കാര്യമാണ് അവർ പെട്ടെന്ന് ചെയ്തത്. പിന്നെ വേറൊരു അവാർഡ് കൊടുക്കാറുണ്ട്. അത് വേറെ ആക്കുമല്ല, മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. കാരണം ആ തൃശ്ശൂർ ആ അമലയുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ പോകുന്നവർക്ക് അറിയാം, ഒരു തവണ അതിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ 5 മാസമുള്ള ഗർഭിണിയാണെങ്കിൽ കൂടി പ്രസവിച്ച് പോകും. അത്രയ്ക്ക് കുഴിയാണ്. കൊട്ടറെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ വണ്ടിയെടുത്ത് ആ വഴി പോയ സമയത്ത് എനിക്ക് അറിയാം, നമ്മൾ ഒരു വീല് സത്യം പറഞ്ഞാൽ അങ്ങ് ഗ്രൗണ്ടിലായിട്ട് ടച്ച് ചെയ്ത രീതിയിലാണ് വണ്ടി പോയത്. ഇത്രയും കുഴി ഒടിക്കുന്നത് കേരളത്തിൽ ഇത്രയും റോഡിന് ഇത്രയും മോശപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഒന്ന് ഞാൻ കണ്ടത് വെച്ചിട്ട് ഒന്ന് തൃശ്ശൂരാണ്. അത്രയ്ക്ക് മോശമാണ് ആ ഭാഗത്തെ റോഡെന്ന് പറഞ്ഞാൽ. ഈ അമലയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് വെറും മോശം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി പറയുകയാണ്, വെറും മോശം. ഒരു അവാർഡ് നിങ്ങൾ ആ മുഹമ്മദ് റിയാസിനും നമ്മളെ മന്ത്രിക്കും കൂടെ കൊടുക്കണം. കാരണം അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട റോഡ് അതാണ്. കാരണം അല്ലെങ്കിൽ ശരിക്കും നല്ല റോഡായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ വേറെ എവിടെയെങ്കിലും പോയി പ്രസവിക്കേണ്ടി വന്നാൽ. ഇതിപ്പോൾ KSRTCക്ക് അകത്ത് തന്നെ പ്രസവിക്കാൻ കാരണം ഉണ്ടായത് ആ മന്ത്രിയുടെ വളരെ ഡേ നൈറ്റുള്ള വർക്കാണ്. കാരണം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവിടെ റോഡ് നന്നായിരുന്നെങ്കിൽ അവർ മര്യാദയ്ക്കൊക്കെ പോയാൽ ഓക്കെ. രാഷ്ട്രീയമായിട്ടുള്ളതല്ല, പക്ഷേ ശരിക്കും പറഞ്ഞാണ്. ആരെങ്കിലും ഈ തൃശ്ശൂർ അമലയുടെ ഫ്രണ്ടിലേക്ക് ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം അതിനെപ്പറ്റി. ആ റോഡിൻ്റെ വേണമെങ്കിൽ പിക്കും എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ ശരിക്കുമുള്ള. റോഡിൻ്റെ 2 ഭാഗത്തും വലിയ വലിയ കുഴികളാണ്. സാധാരണ കുഴിയല്ല. ഇപ്പം ഞാൻ പോകുന്ന ട്രിവാൻഡ്രത്തായാലും കുഴികളൊക്കെ ഉണ്ട് മിക്കയിടത്ത്. ഇപ്പോൾ NHന്റെ പരിപാടിയായിട്ട്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ NHന്റെ പരിപാടിയൊന്നും ഇല്ല. അവിടെയൊക്കെ ക്ലിയറാണ്. ആ ഭാഗത്തെങ്കിലും NH ടച്ച് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കുഴിയെന്ന് മന്ത്രി പറയേണ്ട ഒരു ആവശ്യകതകളും ഉണ്ട്. ഓക്കെ, താങ്ക് യു.